ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേം 3 റിവിഷനാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇപ്രാവശ്യത്തെ ടേം, അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യങ്ങളാണ്. എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, ചാപ്റ്റർ 11 എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, അതേപോലെ വാട്ടർ ഓൺ എർത്ത്, ആസ് ദ ടൊറൻഷ്യൽ റെയിൻസ് പോർ ഡൗൺ, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ലാസ്റ്റ് 4 ചാപ്റ്ററിൻ്റെ റിവിഷനാണ്. വെറും 25 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ക്ലാസ് 8 ആനുവൽ എക്സാമുമായിട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി എല്ലാ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് സോഷ്യൽ സയൻസിനെ പറ്റി പറയാൻ വെച്ചാൽ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പേ തന്നെ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വീക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ നോക്കിയവർക്കറിയാം അതിലൊരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ഒരു 3 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 11 ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിങ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 വേർഡൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിങ്. വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ? എക്കണോമിക് പ്ലാനിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എത്രയോ പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ഗ്രോത്ത്, പിന്നെ ഇക്വിറ്റി, ഗ്രോത്ത്, ഇക്വിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. അപ്പോൾ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് കംപ്ലീറ്റ് ദ ചാർട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ്. അപ്പം സെൽഫ് റിലയൻസും ഗ്രോത്തും തന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും നമുക്ക് എന്തൊക്കെ എഴുതാം? ഇക്വിറ്റി, മോഡേണൈസേഷൻ. ഓക്കെ, ഇക്വിറ്റി, മോഡേണൈസേഷൻ. ഇത് ചാപ്റ്റർ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ 201 പേജിലുള്ള ഒരു ഡയഗ്രാം ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഡയഗ്രാംസും നിങ്ങൾ നോക്കി വെക്കണം. അതിൻ്റെ തൊട്ട് പിറകെ 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, 1944 ബോംബെ പ്ലാൻ, 1948 ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, 1950 പ്ലാനിംഗ് കമ്മീഷൻ, അങ്ങനെ ഒരു ടേബിളും കൂടിയുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1950 പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കിയ വർഷമാണ് 1950. പിന്നെ അതേപോലെ എം.എൻ. റോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീപ്പിൾസ് പ്ലാൻ ഉണ്ടാക്കിയ ആളാണ് എം.എൻ. റോയ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 3 levels ഓഫ് പഞ്ചായത്ത് ഹാവ് ദ മേജർ റോൾ ഇൻ അച്ചീവിങ് ലോക്കൽ ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ. ഇത് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. ചിലയിടത്ത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 6 മാർക്കിന് നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ദ 3 levels ഓഫ് പഞ്ചായത്ത്, ദ ഗ്രാമപഞ്ചായത്ത്, the Grama Panchayat, Block Panchayat and District Panchayat have their own role in achieving local development. അപ്പോൾ 3 levels ഓഫ് പഞ്ചായത്താണ്. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഗ്രാമപഞ്ചായത്ത്. ദ ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭാസ് അറ്റ് ദ വില്ലേജ് ലെവലിൽ ഗ്രാമസഭയുണ്ടായിരിക്കും. അവിടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ്, അതായത് പ്രദേശവാസികളുടെ നീഡ്സ്, ആവശ്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ഗ്രാമസഭയാണ്. ദ ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭ അറ്റ് ദ വില്ലേജ് ലെവൽ. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ്സ് ജനറേറ്റഡ് ആർ കമ്പൈൽഡ്. എല്ലാവരും ഓരോ ആവശ്യങ്ങളായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ്സൊക്കെ അവർ ഒരു രൂപം ഉണ്ടാക്കും. ആൻഡ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പ്ലാൻസ്. എല്ലാം ഒരു പ്ലാൻസ് രൂപത്തിൽ ആക്കും. അവിടെയാണ് ഗ്രാമപഞ്ചായത്ത് നടക്കുന്നത്.
ഇനി അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, അവിടെ ഗ്രാമസഭയുണ്ട്, അവിടെ പ്ലാൻസ് എല്ലാവരും നീഡ്സും അവർ കേൾക്കും, എന്നിട്ടൊരു പ്ലാനൊക്കെ ഫോം ചെയ്യും. അതാണ് നമ്മൾ വായിച്ചത്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോജക്റ്റ് സബ്മിറ്റഡ് ബൈ പഞ്ചായത്ത് ആർ ലിസ്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓൺ ദ ബേസിസ് ഓഫ് പ്രിഫറൻസ്. ഓക്കെ, the projects submitted by panchayats are listed and submitted to district panchayat on the basis of preference. അപ്പോൾ പ്രിഫറൻസ് അനുസരിച്ച് ഈ സബ്മിറ്റഡ് ബൈ പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്ത പ്ലാൻസ് ഒക്കെ അവർ പ്രിഫറൻസ് അനുസരിച്ച് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇനി ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ എന്താ നടക്കുന്നത്? ദ പ്രോജക്റ്റ് സബ്മിറ്റഡ് ബൈ ദ ബ്ലോക്ക് പഞ്ചായത്ത് ഈസ് എക്സാമിൻഡ് ബൈ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റി ടു ഗിവ് അപ്രൂവൽ. അവരതൊക്കെ എക്സാമിൻ ചെയ്ത് അപ്രൂവൽ കൊടുക്കും. എന്നിട്ടോ ഇതെന്താ സംഭവിക്കാത്ത? പ്രോജക്റ്റ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് ഇൻ അച്ചീവിങ് ലോക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതുക. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ്. 6 മാർക്കിനും 5 മാർക്കിനും 4 മാർക്കിനും പല വിധത്തിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് മേജർ എയിംസ് ഓഫ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗിൻ്റെ മേജർ എയിംസ്. അപ്പോൾ 2 മാർക്കിനൊക്കെ ഉള്ള വെച്ചാൽ 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. 4 മാർക്കിനാണെന്ന് വെച്ചാൽ 4 പോയിൻറ്റ്സ്, അതേപോലെ 6 മാർക്കിനാണെന്ന് വെച്ചാൽ കുറച്ചധികം എഴുതണം. അങ്ങനെയാണ് നമ്മൾ മാർക്സ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. ആദ്യത്തെ ഒരു ഉദ്ദേശം എന്താണ്? ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. എല്ലായിടത്തും ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കുക. To bring down government participation. Okay. To improve agriculture production by practicing mixed farming. പിന്നെ agriculture production improve ചെയ്യുക. To utilize the services of the dominant middle class for sustainable economic growth. To make use of the services of non-resident Indians for economic and technological growth. To convert the cities into secure living centers using modern technology. To equip nation to face global transformation and market forces. അപ്പോൾ ഇത് മനസ്സിലെത്തി നിങ്ങൾ വായിച്ചു പഠിക്കുക. അറ്റ്ലീസ്റ്റ് 2 പോയിൻറ്റ്സ് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ്? To bring down government participation in industrial and service sector, to improve agriculture production by practicing mixed farming, to utilize the services of dominant middle class for sustainable economic growth, to make use of the services of non-resident Indians for economic and technological growth, to convert the cities into secure living centers using modern technology, to equip the nation to face global transformation and market forces. Okay. ഇനിയും വേറൊരു ക്വസ്റ്റ്യനാണ് നീതി ആയോഗിനെ പറ്റിയിട്ട്. റൈറ്റ് എ നോട്ട് അബൌട്ട് നീതി ആയോഗ്. നീതി ആയോഗിനെ കുറിച്ച് എന്തെങ്കിലും നോട്ട് എഴുതാനും അങ്ങനെയും വരാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് നീതി ആയോഗിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതിൽ ചിലത് തെറ്റിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിൽ ശരിയായത് നിങ്ങൾ എഴുതുക. അങ്ങനെയും പറഞ്ഞിടുക. അപ്പോൾ നീതി ആയോഗിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. The Planning Commission replaced with National Institute for Transforming India, നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗ് എങ്ങനെ വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തതാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ. ദ നീതി ആയോഗ് കെയിം ഇൻ ടു ബീയിങ് ഓൺ 1 ജനുവരി 2015. എന്നാ നിലവിൽ വന്നത്? 2015 ജനുവരിക്കാണ് നിലവിൽ വന്നത്. പിന്നെ ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് പ്രൈം മിനിസ്റ്റർ. ആരാണ് ഈ നീതി ആയോഗിൻ്റെ ചെയർമാൻ? പ്രൈം മിനിസ്റ്ററാണ്. പിന്നെ അതിൽ ആരൊക്കെ ഉണ്ട്? ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ്. അതിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെ ഉണ്ട്? ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യമുള്ളത് ആരാണ്? ചീഫ് മിനിസ്റ്റർ. പിന്നെ ചീഫ് മിനിസ്റ്റർ ഓരോ സ്റ്റേറ്റിനും. പിന്നെ ആരാണ്? ലെഫ്റ്റ് ഗവർണർ ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. നമുക്ക് കുറച്ച് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അവിടുത്തെ മെയിൻ ആൾക്കാരാരാണ്? ലെഫ്റ്റനൻറ്റ് ഗവർണറാണ്. അവരുണ്ട്. ആൻഡ് എ വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഒരു വൈസ് ചെയർമാനും ഉണ്ട്. അത് ആര് നോമിനേറ്റ് ചെയ്യുന്നതാണ്? പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു ചെയർമാൻ, ആ ചെയർമാനായിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ വൈസ് ചെയർമാൻ, പിന്നെ ആരാണ്? എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും, പിന്നെ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സും. അതുകൂടാതെ ഇൻ അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ 2 പാർട്ട് ടൈം മെമ്പേഴ്സ്. ഇവരൊക്കെ ഫുൾ മെമ്പേഴ്സാണ്. പിന്നെ 2 പാർട്ട് ടൈം ഫുൾ മെമ്പേഴ്സ് കൂടാതെ ആരാണ്? പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആൻഡ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ദ ടെമ്പററി മെമ്പേഴ്സ് ആർ സെലക്റ്റഡ് ഫ്രം ദ ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. പിന്നെ ആരൊക്കെ ഉണ്ട്? മുഖ്യമന്ത്രി ഉണ്ട്, ലെഫ്റ്റനൻറ്റ് ഗവർണർ ഉണ്ട്. അതുകൂടാതെ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, ദ ടെമ്പററി മെമ്പേഴ്സ് ആർ, പിന്നെ ടെമ്പററി മെമ്പേഴ്സും ഉണ്ട്. ഈ ടെമ്പററി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലീഡിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. The Prime Minister deputes 4 cabinet ministers ex officio members. The chief executive officer is appointed by Prime Minister. ഓക്കെ, ഇത്രയാണ് നീതി ആയോഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിലൊരു മെയിൻ പോയിൻറ്റ്സ് വളരെ നിങ്ങളെപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഇത് PSCക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ NMMSനൊക്കെ എഴുതുന്ന കുട്ടികളാണെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ 1 ജനുവരിക്കാണ് ഇത് വന്നത്. പിന്നെ ഇതിൻ്റെ ചെയർമാന് പ്രൈം മിനിസ്റ്ററാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടത്. വേറൊരു പോയിൻ്റാണ് ബ്ലൂ റെവല്യൂഷനും വൈറ്റ് റെവല്യൂഷനും. ഓക്കെ, വൈറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സും, ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷറീസ്. നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും. വൈറ്റ് റെവല്യൂഷൻ, മിൽക്ക് എന്താണ്? വൈറ്റാണ്. അപ്പോൾ വൈറ്റ് റെവല്യൂഷൻ. ബ്ലൂ റെവല്യൂഷൻ, കടലൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്ലൂ ആണ് പറയുക. അപ്പോൾ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഫിഷറീസ് ആയിട്ടാണ്. അതൊരു ഇമ്പോർട്ടൻ്റ്. അതേപോലെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് 12ാമത്തെ ചാപ്റ്റർ വാട്ടർ ഓൺ എർത്ത്, അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഉള്ളത്. ഫ്രഷ് വാട്ടർ, അതായത് കുടിക്കുന്ന വെള്ളം ആകെ എത്രയാണ്? 0.33 ആണുള്ളത്. പക്ഷെ 71% ഓഫ് ദ എർത്ത് എന്താണ്? വെള്ളമാണ്. പക്ഷേ അതിൽ കുടിവെള്ളം 0.33 മാത്രമാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദ എർത്ത് ഈസ് കോൾഡ് വാട്ടറി പ്ലാനറ്റ്. എർത്തിനെ, ഭൂമിയെ എന്താണ് ജലഗ്രഹം എന്ന് പറയുന്നത്? വാട്ടറി പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 71% ഓഫ് ദ സർഫസ് ഓഫ് ദ ഏരിയ ഓഫ് എർത്ത് ഈസ് വാട്ടർ, സോ ദ എർത്ത് ഈസ് കോൾഡ് വാട്ടറി പ്ലാനറ്റ്. 71% ഭൂമിയുടെ ഏരിയ വെള്ളം കൊണ്ട് നിറഞ്ഞതാണ്. സോ ദ എർത്ത് ഈസ് കോൾഡ് വാട്ടറി പ്ലാനറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വാട്ടറി പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ തന്നെ 0.33 മാത്രമേ ഉള്ളൂ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി വെള്ളത്തിൻ്റെ ഒരു രണ്ട് എന്താ പറയുക, ഒരു ഫീച്ചറാണ് പോറോസിറ്റിയും പെർമിയബിലിറ്റിയും. ഓക്കെ, അത് നമുക്ക് നോക്കാം. എന്താണ് പോറോസിറ്റിയും, എന്താണ് പെർമിയബിലിറ്റിയും? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ആർ ന്യൂമറസ് പോർസ് എന്ന് പറഞ്ഞാൽ എന്താ? പോർസ് എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ. ദർ ആർ ന്യൂമറസ് പോർ സ്പേസസ് ഇൻ ദ സോയിലിൽ ധാരാളം പോർസ് ഉണ്ട്. പോറോസിറ്റി ഈസ് ദ ടേം ഫോർ ദ പോറസ് സ്റ്റേറ്റ്. Raindrops percolate into tiny pore space of the soil and get collected there. Clay is an example for porous material. Some rocks are also porous. ഇതാണ് പോറോസിറ്റി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് നോൺ പെർമിയബിലിറ്റി? സം റോക്സ് ആർ പോറസ്. സച്ച് റോക്സ് ക്യാൻ അബ്സോർബ് മോർ വാട്ടർ. അപ്പോൾ ആ പോഴ്സ് ഉള്ള റോക്സിന് ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്ത് വെക്കാം. ബട്ട് വാട്ടർ വിൽ ബി അവൈലബിൾ ഓൺലി അറ്റ് പ്ലേസസ് വേർ ദ പോഴ്സ് ഇൻ ദ റോക്സ് ആർ ഇൻ്റർ കണക്റ്റഡ്. പക്ഷേ എവിടെയുള്ള വെള്ളം കിട്ടാതെ കണക്ട് ചെയ്ത സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് വാട്ടർ ക്യാൻ മൂവ് ത്രൂ ദീസ് പോസ്. ദിസ് ക്വാളിറ്റി ഓഫ് റോക്ക് ഈസ് നോൺ ആസ് പെർമിയബിലിറ്റി. ഇപ്പോൾ 2 ഫീച്ചേഴ്സാണ് വെള്ളത്തിൻ്റെ, 2 ഫീച്ചേഴ്സാണ്. ഒന്ന് പോറോസിറ്റിയും അതേപോലെ പെർമിയബിലിറ്റിയും. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി അടുത്തതായിട്ട് ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ ദാറ്റ് ലെഡ് ടു വാട്ടർ പൊല്യൂഷൻ. എല്ലാവർക്കും അറിയാം വാട്ടർ പൊല്യൂഷന് കാരണം എന്താണ്? പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രീസ്, ഡംപിങ് ഓഫ് സോളിഡ് വേസ്റ്റ്, വെഹിക്കിൾ ആർ വാഷ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രീസ്, dumping solid wastes, vehicles are washed off. What are the measures for collecting and storing the rainwater beneath the surface of the earth by regulating surface runoff? എങ്ങനെയാണ് ഇങ്ങനെ സർഫേസ് റൺ ഓഫ് റെഗുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക, അതായത് ഭൂമിക്കടിയിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന്? അത് 2 മെത്തേഡാണുള്ളത്. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും അതേപോലെ സ്റ്റോറേജ് ഓഫ് സർഫേസ് റൺ ഓഫും. അപ്പോൾ റൂഫ്
ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമാണ്, ചിലപ്പോൾ 4 മാർക്കിനും വരാം. ദ ലെവൽ ഓഫ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ ക്യാൻ ബി റേസ്ഡ് ഐദർ ബൈ ഡ്രെയിനിങ് ദ റെയിൻ വാട്ടർ ഇൻ ടു ദ ഗ്രൗണ്ട് ഓർ ബൈ കളക്ടിങ് ഇൻ സ്റ്റോറേജ് ടാങ്ക്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളമൊക്കെ റെയിൻ വാട്ടറൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടാക്കി ഭൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് എന്താക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് ഓഫ് സർഫേസ് റൺ ഓഫ് അതെങ്ങനെയൊക്കെയാണ് അച്ചീവ് ചെയ്യുക? കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ് കൺസർവ് ചെയ്യുക, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, മൾച്ചിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്, ഡിക്കിംഗ്, റെയിൻ വാട്ടർ പെർക്കുലേഷൻ, പിറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സ്റ്റോറേജ് ഓഫ് സർഫസ് റൺ ഓഫിനാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നതാണ്. ഇനി അടുത്ത വാട്ട് ആർ വെറ്റ്ലാൻഡ്സ് ഇതും ഒരു ചോദ്യം വന്നതാണ്. വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്സ് ഓഫ് സർഫേസ് വാട്ടർ. Paddy fields, ponds, swampy region and all low-lying region come under the category of lowlands. അപ്പം വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, പാഡി ഫീൽഡ്സ്, പോൺസ് അങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു റീജിയൻസിനെ പറയുന്നതാണ് വെറ്റ്ലാൻഡ്സ്. അതായത് ലോ ലാൻഡ്സിൻ്റെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് വെറ്റ്ലാൻഡ്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, 6 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഓക്കെ. Reclamation of the wetlands will lead to several environmental problems. What are they? അപ്പോൾ റിക്ലമേഷൻ ഓഫ് വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് നമ്മളിങ്ങനെ മണ്ണിട്ട് മൂടുന്നുണ്ട്, ആ ഒരു കാര്യമാണ് പറയുന്നത്. അത് ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന. വാട്ട് ആർ ദേ? ഓക്കെ. ലോവറിങ് ഓഫ് വാട്ടർ ലെവൽസ് ഇൻ ദ വെൽസ്. കിണറിലെ വെള്ളമൊക്കെ ഇങ്ങനെ താന്ന് പോവും. ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻസ്. ഒരു ചെറിയ മഴ ഉണ്ടെങ്കിൽ പോലും എന്താണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അതാണ് ഈ മണ്ണിട്ട് മൂടിയാലുള്ള അവസ്ഥ. അപ്പോൾ ലോവറിങ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ്, ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻസ്. ഇനി ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണ്. വലിയ ക്വസ്റ്റ്യൻ മീൻസ് 6 മാർക്കിന്. ഓക്കെ. അപ്പം എങ്ങനെ എഴുതും? റിക്ലമേഷൻ ഓഫ് ദ വെറ്റ്ലാൻഡ്സ് വിച്ച് ആർ നാച്ചുറൽ സിങ്സ് ഓഫ് വാട്ടർ വിൽ ലീഡ് ടു സെവറൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എക്സ്പ്ലെയിൻ. ഇങ്ങനെ 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിച്ചാൽ ഈ ഒരു ആൻസർ മാത്രം എഴുതി വെച്ചാൽ പോരാ. അപ്പോൾ കുറച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് വലിച്ചു നീട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ പറയണം. വലിച്ചു നീട്ടാൽ അതിൽ പോയിൻറ്റ്സ് ഒക്കെ വേണം. വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്സ് ഓഫ് സർഫേസ് വാട്ടർ. പാഡി fields, ponds, swampy region and all low-lying region come under the category of lowlands. The water stored here form part of groundwater. Reclamation of the wetlands which are natural sinks of water will lead to several environmental problems like the following. Lowering of water levels in wells, floods become common in rivers in side rains. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഇനി നമുക്ക് 13ാമത്തെ ചാപ്റ്റർ നോക്കാം. ഓക്കെ. ആസ് ദ ടൊറൻഷ്യൽ റെയിൻ pour down. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ലിസ്റ്റ് ഡൗൺ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ ഫിനോമിന എക്സാമ്പിൾ എഴുതാൻ വന്ന ക്വസ്റ്റ്യനാണ്. എർത്ത്ക്വേക്ക്, വോൾക്കാനിക് എറപ്ഷൻ, സുനാമീസ്, സീ സർജസ്, സ്റ്റോംസ്, ടൊറൻഷ്യൽ റെയിൻ, സിവിയർ ഡ്രോട്ട്, സിവിയർ കോൾഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ഡയറക്ഷൻ ഓഫ് റിവർ ഫ്ലോ ആർ നാച്ചുറൽ ഫിനോമിന. ഒരു 1-2 എഴുതാനുള്ളൂ സാധാരണ ക്വസ്റ്റ്യന് വരാറ്. ഓക്കെ. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ സുനാമി ഓഫ് 2004? 2004 സുനാമിക്ക് കാരണം എന്തായിരുന്നു? ദ സുനാമി ഓഫ് 2004 വാസ് ദ റിസൾട്ട് ഓഫ് ദ എർത്ത് ക്വേക്ക് ദാറ്റ് ഹാപ്പൻ ഇൻ ഇന്ത്യൻ ഓഷ്യൻ നിയർ സുമാത്ര ഐലൻഡ്സ്, ഇന്തോനേഷ്യയിലെ സുമാത്ര ഐലൻഡിൽ നിന്ന് ഒരു ഭൂകമ്പമാണ് സുനാമിക്ക് കാരണമായത്. സുനാമി നടന്ന വർഷം ഓർമ്മിച്ച് വെക്കുക, 2004. ഓക്കെ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ. വാട്ട് ആർ ദ മേജർ കോസസ് ഓഫ് ഫ്ലഡ്സ് ഇൻ കേരള? കേരളത്തെ ഫ്ലഡ്സിന് കാരണം എന്താണ്? പാഡി ഫീൽഡ്സ് ആൻഡ് പോട്ട്സ് ആർ ഫിൽഡ് വിത്ത് സോയിൽ. കൺസ്ട്രക്ഷൻ വർ ക്യാരിഡ് അലോങ് ദ റിവർ ബെഡ് ദാറ്റ് ഇൻറ്ററപ്റ്റ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് റിവേഴ്സ്. ദ ലോ ലാൻഡ്സ് ആർ ഫിൽഡ്. ഇപ്പോൾ ഇവിടെ ഫ്ലഡ് ഉണ്ടായാലൊക്കെ എന്താ കാരണം? പാഡി ഫീൽഡ്സും പോൺസും ഒക്കെ മണ്ണ് കൊണ്ട് മൂടപ്പെട്ടു. കൺസ്ട്രക്ഷനൊക്കെ എല്ലാ സ്ഥലത്തും നദീതീരത്തൊക്കെ കൺസ്ട്രക്ഷനാണ്. അതേപോലെ തന്നെ ലോ ലാൻഡ്സ് ആർ ഈ താഴ്ന്ന നിലങ്ങളൊക്കെ മണ്ണിട്ട് മൂടി. ഇതൊക്കെയാണ് കേരളത്തിലെ ഫ്ലഡ്സിന് കാരണം. ഇനി അടുത്ത വാട്ട് ആർ ദ പ്രീക്കോഷണറി മെഷേഴ്സ് ടു ടേക്കൻ ടു പ്രിവെൻറ്റ് ഫ്ലഡ്സ് ലാൻഡ്സ്ലൈഡ് ഫ്രം ബിക്കമിങ് ഡിസാസ്റ്റർ? അപ്പോൾ ഇതൊക്കെ ഡിസാസ്റ്റർ ആവുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിസാസ്റ്റർ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? സയൻറ്റിഫിക് ലാൻഡ് യൂസ് പാറ്റേൺ ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ഡിസാസ്റ്റേഴ്സ്. ശാസ്ത്രീയമായ ലാൻഡ് യൂസ്, സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ലാൻഡ് യൂസ് ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ഡിസാസ്റ്റർ. ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സയൻറ്റിഫിക് ലാൻഡ് യൂസ് പാറ്റേൺ. കൺസ്ട്രക്ഷൻ ഷുഡ് ബി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. നമ്മൾ പ്രകൃതിക്ക് ദോഷകരമായ വിധത്തിലൊന്നും
എന്ത് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കരുത്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ. ബയോ ഫെൻസിങ് ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റൻറ്റ് ഓഫ് കോമ്പൗണ്ട് വാൾസ് മെയ്ഡ് ഓഫ് സിമെൻറ്റ് ആൻഡ് മഡ് ബ്രിക്സ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ടല്ലേ ബയോ ഫെൻസിങ്. എന്താണ് ബയോ ഫെൻസിങ്? സാധാരണ കോൺക്രീറ്റ് കട്ട കൊണ്ട് സിമെൻറ്റും ഇതും തേച്ചതല്ലാതെ, അതായത് ചെടികൾ മാത്രം പിടിപ്പിച്ച് ഒരു വേലി പോലെ നമ്മൾ കാണുന്ന രീതിയൊക്കെ ഇപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പം ബയോ ഫെൻസിങ് ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പൗണ്ട് വാൾസ് മെയ്ഡ് ഓഫ് സിമെൻറ്റ് ആൻഡ് മഡ് ബ്രിക്സ്. Afforestation, conservation of wetlands, stopping of demolition of hills also should be avoided. അപ്പം വനനശീകരണം, അതേപോലെ തന്നെ വെറ്റ്ലാൻഡ്സ് ഒക്കെ കൺസേർവ് ചെയ്യുക, പിന്നെ കുന്നിടിക്കുക, ഈ പരിപാടിയൊക്കെ നിർത്തിയാലേ ഉള്ളൂ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം വന്നത് 2018 പിന്നെ ഫ്ലഡിൻ്റെ എങ്ങനെയൊക്കെ ആയിരുന്നു കേരളം നേരിട്ട് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു റിവിഷനിൽ ലാസ്റ്റ് ചാപ്റ്ററാണ് 14ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണിക്കാനാണ്. ഇത് മെൻഷൻ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം ബിക്കമിങ് എ ഡിസാസ്റ്റർ. അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്? സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ യൂസസ് എന്താണ്? അതൊരു ചോദ്യമാണ്. എന്താണ്? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, പ്രൊമോട്ട് കോ എക്സിസ്റ്റൻറ്റ്, പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ്, എൻഷുർ കോഓപ്പറേഷൻ. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതിൻ്റെ ചോദ്യമാണ്. പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്. ഇനി എന്താണ്? ഇത് നിങ്ങൾക്ക് ചോദ്യപേപ്പർ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ഇട്ടത് വാട്ടർ വെറ്റ്ലാൻഡ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മെൻഷൻ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്ലഡ് ഒക്കേർഡ് ഇൻ കേരള ഡ്യൂറിങ് 2008. അതേ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അത് ആ ചാപ്റ്ററിൽ ഞാൻ ഡിസ്കസ് ചെയ്യാത്തതാണ്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ. സോഷ്യൽ കൺട്രോള്, പിന്നെ വേണം ഫോർമൽ സോഷ്യൽ കൺട്രോൾ, റിലീജിയൻ. ഈ ഒരു ഫോർമാറ്റ് അത് നമ്മുടെ ആ ഡയഗ്രാംസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയഗ്രാംസും ഈ പിക്ചേഴ്സൊക്കെ നല്ലോണം സൂക്ഷ്മ നിരീക്ഷണം നടത്തണം. ഒരു ക്വസ്റ്റ്യന് 1, 2, 3 ഇങ്ങനത്തെ ഡയഗ്രാംസൊക്കെ വരാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഫോർമൽ സോഷ്യൽ കൺട്രോളും. സോഷ്യൽ കൺട്രോളിനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു, ഇൻഫോർമൽ, ഫോർമൽ. അതിൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫോർമൽ അല്ലാത്തത് ഫാമിലി, റിലീജിയൻ, പിയർ ഗ്രൂപ്പ്. ഫോർമൽ എന്താണ്? പോലീസ്, മിലിറ്ററി, കോർട്ട്, അതേപോലെ പ്രിസൺ. ഓക്കെ. ഇതൊന്ന് നിങ്ങൾ സൂക്ഷിച്ച് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. പിന്നെന്താണ്? പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താണ്. 3 ടയർ പഞ്ചായത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് 5 മാർക്കിന് വന്നാണ്. പിന്നെന്താ? സർഫേസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൾച്ചിങ്, അതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നതാണ്. ഓക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഫാമിലി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഫീച്ചർ ഓഫ് സോഷ്യൽ ഗ്രാഫ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. മെൻഷൻ ദ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ റീക്ലൈമേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. ഇപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ നമുക്കറിയാമല്ലോ, സോഷ്യൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ് വെൻ 2 or more people who communicate to each other directly or indirectly and work together for some goals come together. Social groups are classified on the basis of the strength of membership, mutual relationship among the members, ways of working and attempts to accomplish tasks. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിതാ പൊറോസിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് 2 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ 3 ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്. ഞാൻ 3rd ടേമിൻ്റെ മാത്രമാണ് കേട്ടോ പറയുന്നത്. റൈറ്റ് 3 ഒബ്ജക്റ്റീവ് നീതി ആയോഗ്. വാട്ട് ആർ മീൻസ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അപ്പോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവമാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഈ ഒരു റിലീജിയൻ, പിയർ ഗ്രൂപ്പൊക്കെ ഉൾപ്പെടുന്നത്. ഓക്കെ. പിയർ ഗ്രൂപ്പ്, അതാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. പിന്നെ ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ വന്നതാണ് പ്രൈമറി ഗ്രൂപ്പ്സിൻ്റെയും സെക്കൻഡറി ഗ്രൂപ്പ്സിൻ്റെയും ഒരു 6 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ഗ്രൂപ്പ് കമ്പോസ്ഡ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഗ്രൂപ്പാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിക്കാം. ഇതൊരു സ്മോൾ ഗ്രൂപ്പാണ്.
പിന്നെ ഇവിടെയുള്ള സ്മോൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിയും. അതേപോലെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയം ഉണ്ടാവുമല്ലോ. മ്യൂച്വൽ കോപ്പറേഷൻ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഓരോ ഗ്യാങ് ആയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ പേഴ്സണൽ കാര്യങ്ങളും നമുക്കറിയാം. നമ്മളെപ്പോഴും അവരോട് ഇൻറ്ററാക്ട് ചെയ്യും. നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും നമ്മൾ അവരോട് പറയും. അവരെ എന്ത് ഹാപ്പിനെസ് ഉണ്ടായാലും ഫസ്റ്റ് ഷെയർ ചെയ്യുക അവരുമായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. What are the characteristics of primary groups? Members know each other, intimacy among the members, continuous communication among the members, welfare of members is the major aim, mutual cooperation among the members. ഓക്കെ, നമ്മളെ ഈ ഒരു നിങ്ങളൊരു കേസിൽ പറയുകയാണ്, നിങ്ങൾ ഫ്രണ്ട്സ് ആകുമ്പോൾ നിങ്ങൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ വരെ നിങ്ങൾ കാണിച്ചു കൊടുക്കൂലേ. അപ്പോൾ അതൊക്കെയാണ് എന്താണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, അതായത് മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ്. അങ്ങനെയൊക്കെ പല സഹായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി അടുത്ത സെക്കൻഡറി ഗ്രൂപ്പ്. ഓൺ ദ അതർ ഹാൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ഹാവ് മോർ മെമ്പേഴ്സ് ദാൻ ദ പ്രൈമറി ഗ്രൂപ്പ്സ്. പ്രൈമറി ഗ്രൂപ്പ്സിലുള്ളതിനെക്കാട്ടും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവും. ദർ ഈസ് എ ഫോമൽ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ്. Secondary groups are formed to satisfy the common needs of the members. At the same time, personal usefulness is the basics of membership in all these groups. Some secondary groups cease to exist once objectives are satisfied. അപ്പോൾ അത്ര എഴുതിയാൽ മതി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ എഴുതിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി, ഇതൊന്നും വേണ്ട. പിന്നെ അതിന് ഉദാഹരണമാണ് ക്ലബ്ബ്, ഫുട്ബോൾ ടീം. ഇപ്പം ഫുട്ബോൾ ടീം തന്നെ എടുക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലൊരു ഫുട്ബോൾ ടീമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊരു ഫുട്ബോൾ ടീമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പല ക്ലാസ്സിലെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇൻറ്ററാക്ഷൻസ് ഒന്നൊക്കെ കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം പിന്നെ ചിലപ്പോൾ ആ ഗ്രൂപ്പ് തന്നെ ഇല്ലാണ്ടാവും. സം സെക്കൻഡറി ഗ്രൂപ്പ്സ് സീസ് ടു എക്സിസ്റ്റ് വൺസ് ദ ഒബ്ജക്റ്റീവ്സ് ആർ സാറ്റിസ്ഫൈഡ്. ഒരു ഫുട്ബോൾ ടീമിൽ വെച്ചാൽ ഇന്നൊരു ലീഗ് ആയിരിക്കും ലക്ഷ്യം. ആ ലീഗ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു എന്താ പറയുക ടീം തന്നെ അവിടെ നിർത്തുകയാണ്. അപ്പോൾ സം ഒബ്ജക്റ്റീവ്സ് ആർ സാറ്റിസ്ഫൈഡ്, ദേ ആർ സീസ്ഡ്. അപ്പോൾ അവർ നിർത്തുകയാണ്. ഓക്കെ, ആണ് പ്രൈമറിയും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെ മുമ്പ് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റെസ്ക്യൂ ആക്ടിവിറ്റീസ് ഹെൽഡ് ഇൻ കേരള ഡ്യൂറിങ് ഇൻ ഫ്ലഡ് ഓഫ് 2018. അത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഇതാണ്. ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് സിങ് ഇൻ ടു ആക്ഷൻ. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഓഫീഷ്യൽസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് കേരള വർക്ക് ഹാർഡ്. Fishermen also participated in rescue activities. The people from unaffected regions helped the worst sufferers. The participation and approach of the youth of Kerala is worth mentioning. Previous question ആണ്. അപ്പോൾ നമ്മൾ 4 ചാപ്റ്റർ വെറും 25 മിനിറ്റ് കൊണ്ടാണ് റിവിഷൻ കഴിഞ്ഞത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് ഇതിൽ ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒക്കെ